പെട്ടെന്ന് തന്നെ പാർട്ടിയായിട്ട് ജീപ്പ് പെട്രോളിങ്, ബൈക്ക് പെട്രോളിംഗെല്ലാം പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ട് മാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായിട്ടും കവറപ്പ് ആവണം. റെയിൽവേ പോലീസിനെ ഈ മെസ്സേജ് പാസ് ചെയ്യുക. ക്ലിയർ? തനിക്ക് അപാര ധൈര്യമാണല്ലോടോ. ജയിലും ചാടി പോലീസിനെ വെട്ടിച്ച് എതിർഭാഗം വക്കീലായി എൻ്റെ വീട്ടിൽ ഈ പാതിരാത്രിയിൽ വന്ന് കയറാൻ കാണിച്ച ധൈര്യം. കഴിക്ക്. സ്നേഹിച്ചനോടൊപ്പം ഇറങ്ങിപ്പോയ സ്വന്തം മകളെ അവനില്ലാത്ത സമയത്ത് അവൻ്റെ വീട്ടിൽ കയറി കഴുത്ത് ഞെരിച്ച് കൊന്ന നിനക്കിതൊക്കെ എന്ത്? എന്താടോ അവൻ സ്വജാതി അല്ലഞ്ഞിട്ടാ? സാർ എന്നെ രക്ഷിക്കണം. സാർ നാളെ ഈ കേസ് അപ്പിയർ ചെയ്താൽ എനിക്ക് ശിക്ഷ ഉറപ്പാണ്. ഞാൻ എൻ്റെ മോളെ കൊന്നിട്ടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ എനിക്കറിയാടോ. താൻ നിരപരാധിയാണെന്നും തൻ്റെ മോളെ എല്ലാം മറന്ന് ആ ബന്ധം അംഗീകരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണെന്നും എനിക്കറിയാം. പക്ഷേ താൻ അവിടെ എത്തുന്നതിന് മുമ്പ് ക്രിസ്റ്റിക്കൊരു കയ്യബദ്ധം പറ്റി. തൻ്റെ മോളുമായൊരു വാക്ക് തർക്കം. അവന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് താൻ അങ്ങോട്ട് ഇല്ലെന്ന്. നിലത്ത് കിടന്ന മകളെ താൻ കൈ കോരിയെടുത്തപ്പോൾ അവനവസരം മുതലാക്കി തന്നെ പ്രതിയാക്കി. താൻ എന്തൊരു മണ്ടനാടോ. എന്നെ കേസ് ഏൽപ്പിച്ചത് ക്രിസ്റ്റിയാണ്. ഞാൻ ഏറ്റെടുത്ത ഒരു കേസും ഇതുവരെ തോറ്റിട്ടില്ല. തനിക്ക് വേണ്ടി ഈ കേസ് ഞാൻ തോറ്റിറണമെന്നാണോ? എടോ, തന്നെ കോടതി വെറുതെ വിട്ടാലും ഈ സമൂഹം തന്നെ വെറുതെ വിടുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഡോ, എന്നെ ഈ കേസ് വിശ്വസിച്ചേൽപ്പിച്ചത് ക്രിസ്റ്റിയാണ്. അവൻ വന്ന് ചോദിച്ചാൽ ഞാനെന്ത് സമാധാനം പറയും? ക്രിസ്റ്റീന് ചോദിച്ചു വരില്ല സാർ. ഓഹോ, അവന് തീർത്തിട്ടുള്ള വരവാണല്ലേ. എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണം. അതിന് ഞാനെന്ത് ചെയ്യണം? തൻ്റെ മുമ്പ് രണ്ട് മാർഗങ്ങളാണുള്ളത്. താൻ പോയി പോലീസിൽ കീഴടങ്ങിയിട്ട് തൻ്റെ വക്കീലിനോട് പറ എന്നെ തോപ്പിക്കുക. ഇല്ലെങ്കിൽ താൻ പോയി ചാവടോ.
ചെയ്യാത്ത തെറ്റിന് നിയമം വിധിച്ച ശിക്ഷയല്ല. ഞാൻ ചെയ്ത തെറ്റിന് അല്ല, ശരിക്ക് ഞാൻ ഏറ്റെടുക്കുന്ന ശിക്ഷ.